ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്രകൃതിയിലെ ജൈവ വൈവിധ്യം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണ്. ബാക്ടീരിയ മുതൽ വൻ വൃക്ഷങ്ങൾ ഉൾപ്പെടുന്ന സസ്യലോകവും, അമീബ മുതൽ കടലിലെ ഭീമൻ മത്സ്യങ്ങളും, കരയിലെ വന്യമൃഗങ്ങളും ഉൾപ്പെടുന്ന ജന്തുലോകവും ചേർന്ന ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം ഒരു അത്ഭുതം തന്നെയാണ്. ജൈവ വൈവിധ്യത്തിലെ ഒരു കണ്ണിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഇങ്കി ക്യാപ്പ് മഷ്റൂം. ഇതൊരു കൂണാണ്, വളരെയധികം സവിശേഷതകളുള്ള ഒരു കൂൺ. മുറിച്ചിട്ടിരുന്ന പനമരത്തിൻ്റെ തടിയിൽ വളരെ അവിചാരിതമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാനിതിനെ കണ്ടുമുട്ടിയത്. പക്ഷേ അതിൻ്റെ ഭംഗി അധികം സമയം ഉണ്ടായില്ല. കുറച്ച് സമയം കഴിഞ്ഞ് നോക്കിയപ്പോൾ, ഒരു ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ തൊപ്പി അലിഞ്ഞ് ഒരു ലിക്വിഡ്, കറുത്ത ലിക്വിഡ് പോലെ, കറുത്ത മഷി പോലെ ആയിത്തീരുന്നതായിട്ടാണ് കണ്ടത്. അത് സ്വാഭാവികമായിട്ടും സ്വതവേ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിൻ്റെ സ്പോറുകൾ വിന്യസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണിത്. അതായത് ഇത് ഏതാനും മണിക്കൂർ മാത്രമേ ജീവിക്കുകയുള്ളൂ. മാക്സിമം ഒരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസം മാത്രമേ ഇത് ജീവിക്കുകയുള്ളൂ ആണ്. ഇതിനെ പറയുന്നത് ഓട്ടോ ഡൈജഷൻ എന്നാണ് പറയുക. ആദ്യം കണ്ടപ്പോൾ വളരെ മനോഹരമായിട്ട് തോന്നി. വളരെ മനോഹരമായിട്ടുള്ള കുട പോലുള്ള തൊപ്പി, പിന്നെ ഒരു തണ്ട്, തൊപ്പിക്കുള്ളിൽ ഗിൽസ്. ഇത് കോപ്രിനസ് അല്ലെങ്കിൽ കോപ്രിനോപ്സിസ് എന്ന് പറയുന്ന ജീനസിൽപ്പെട്ട ഒരു മഷ്റൂമാണ്. ഇതിൽ പല സ്പീഷീസുകളുമുണ്ട്. ചില സ്പീഷീസുകൾ അതിൻ്റെ ബഡ് സ്റ്റേജിൽ, അതായത് വളർച്ച എത്തുന്നതിന് മുമ്പ് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. എങ്കിലും പൊതുവേ ഇത് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഒരു മഷ്റൂം അല്ല. ഇതിൻ്റെ കറുത്ത മഷി ഞാനൊരു പേപ്പറിൽ പകർത്താനായിട്ട് ശ്രമിച്ചു. പേപ്പറിൽ അതിൻ്റെ അടയാളങ്ങൾ കാണാം. ഈ അടയാളങ്ങൾ വാസ്തവത്തിൽ സ്പോറുകളാണ്. ഇത് സ്പോറുകൾ വിന്യസിക്കുന്നതിന് വേണ്ടിയിട്ട്, സ്പോറുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടത്തുന്നത്. പണ്ടുകാലത്ത് ഈ ലിക്വിഡ്, ഈ കറുത്ത ലിക്വിഡ് മഷിയായി ഉപയോഗിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.